പെട്ടെന്ന് പിടക്കിയ ഈ സൈഡ് കത്തിച്ച് ആ സൈഡ് ഇങ്ങനെ ഊരി അല്ലെങ്കിൽ ഉള്ളിൽ പിടിക്കണം. എന്തിനാടാ എന്തി കടമ്പ്രയർ നല്ലത്. ഇവിടെ ആണെങ്കിൽ നല്ല വെയിലും. ഇതാണ് നമ്മുടെ ഒരു അമ്പമ്പില്ല്. 3 പേര് പിടിച്ചോ. ബ്ലഡ് നല്ല ലക്ഷണമാണ്. അതന്നെ എന്നിട്ട് കൊറേ മീനെ കിട്ടും. കമ്പെടുത്തിട്ട് അവിടെ കടമ്പ്രയർ കമ്പൊന്നുമില്ലല്ലോ പറ്റുള്ള ഗോപ്രയില്. ഞാൻ കുറെ പ്ലാൻ ചെയ്താ ഒരു 2-3 ടീമൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ വെറുതെ നോക്കി. ഞാൻ 4 പേര് തിരിച്ചിട്ടിട്ട് കുറച്ച് സമ്മാനം കൊടുക്കാന്നൊക്കെ വെച്ച്. അതന്നെ ഒരു മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ചൂണ്ടയാണ് പുള്ളി ചൂണ്ടയാണ്. സൈഡിൽ പോയിരുന്നാലും പുള്ളിയുടെ സൈഡിൽ പോയിരുന്നത് പോയാലോ എവിടെ പുതിയ വീഡിയോ ആണ്. ചേട്ടനോട് ചോദിച്ചാൽ ഇതെങ്ങനെ കേട്ടോ കിട്ടാൻ കറുത്ത കളറിലേക്ക് നമ്മളവിടെ 2 കിറ്റ് ബക്കറ്റ് കിട്ടുമെന്ന് അറിയാൻ പാടില്ല. ഒന്നുകൂടി ആ സൂം ചെയ്താൽ കിട്ടുവാളെ അവിടെ വരെ പുള്ളി സീൻ. എന്തൊക്കെ എടുക്കുന്നത് 2 ചൂണ്ട 2 കയ്യില് 2 ചൂണ്ട 2 ചൂണ്ടായിട്ട് വേറെ സ്ഥലത്തേക്ക് 2 ഡയറക്ഷനിലൊക്കെയാ മീനുണ്ട്. മീനടിക്കുന്നുണ്ട്. 4 ചൂണ്ട കണ്ട ചൂണ്ട. ഇപ്പൊ 4ാമത്തെ ചൂണ്ട കയറ്റി. ഒരെണ്ണമൊക്കെ പൊട്ടിപ്പോയി. അവന്റെ കൈയൊക്കെ മുറിച്ച്. ഇനി പുള്ളിയോടൊപ്പം പോയി ചൂണ്ട പിടിക്കണമെന്നൊക്കെ ആള് പോയേ. നടന്നു പോല. ചിക്കന്റെ കുടലാണത്. ചിക്കനാണ് കുടലിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന വേസ്റ്റ് പടിയിട്ട് കുത്തണം വെള്ളത്തില്. ചൂണ്ടാട്ടാൻ പറ്റില്ല. അല്ല എന്താ ജഗത്ത് ഊരാൻ നോക്കണു. മണിയുണ്ട് അടിച്ചു പൊട്ടിക്കാം. മണി അടിച്ചു പൊട്ടിക്കാം. നമുക്ക് മറ്റേ വൈക്കത്തെ ആ സ്പോട്ട് ചൂണ്ടില്ല. ഇവിടെ ഈ മാസം അവസാനം എവിടെ കട്ടിയടാ നോർത്തിന് പകരം സൗത്ത് അല്ല പോയാ നേർന്ന്. അവസാനം കൊറേ മീൻ മേടിച്ചിട്ടായിരിക്കും വരാ. കൈ കൊണ്ടെടുത്തിട്ട് പടപ്പിച്ചിട്ട് മീൻ കിട്ടിയാൽ നമുക്ക് റോട്ടിൽ പോയിരുന്ന് വിൽക്കാൻ. ട്രിപ്പിന് പോകും 10 രൂപ. ലിക്കൽസൊക്കെ ഒഴുകി വരുന്ന ഒരു മീൻ ഇവിടെ നിന്ന് പിടിച്ച് 2 കണ്ണാണ്. ഇവിടുത്തെ പിടിച്ചിട്ടുണ്ടെങ്കിൽ 3 കണ്ണാണ്. ഒരു മീൻ 2 വരും. ഇങ്ങനെയൊക്കെ ഇരിക്കും. ഞാൻ ഓടിച്ചു വന്നപ്പോ കുറച്ച് കണ്ടായിരുന്നു. ആ ടക്കെന്ന് പറഞ്ഞ വെയിറ്റ് ഉണ്ടായിരുന്നു. ഈ സാധനം വെള്ളത്തിൽ മറ്റേ സ്ട്രോ ഉണ്ടാകുന്നല്ലോ ഒരു പാക്കറ്റിൽ. അത് സിൽവർ കാണരുത്. എടാ ഇത് മാറ്റി ഇത് ഗോൾഡ് സിൽവർ വലിക്കണം മൊത്തം കവറാണ്. ഇവിടേക്ക് വെട്ടിയാടാ. ഇവിടെ വെട്ടിയതാ. പക്ഷെ നമ്മുടെ ഗോൾഡ് ഉള്ള പറഞ്ഞാൽ അറിയുന്നുണ്ട്. ചെറിയൊരു ഇതുണ്ടാക്കണം. നിങ്ങളെ കാണിക്കാൻ മീൻ കറി മീൻ വാങ്ങിയിട്ട് ഫ്രൈ ചെയ്ത് കുരിങ്ങി അടിച്ച് അടിച്ചെന്നൊക്കെ തക്കി എടുത്തോണ്ട് വരുന്നത് നീ. ഇതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ നിക്കണ ചിത്ത് മാസ് കാണിക്കാൻ പോയി നിൽക്കുന്നൊക്കെ. ഒരു ചൂണ്ടയുണ്ട് അവിടെ. ഒരു എന്താ വലയല്ലേ മാസ് കാണിക്കണ പിള്ളേരവിടെ ചെറിയ വടി വലിയ വടി. എന്താ ജിത്ത് മാസ് വല വിയസ് ചൂണ്ട ഏറ്റവും കൂടുതൽ ജിത്ത്. ഓ വലടപ്പുറത്തെത്തിയതൊക്കെ. ഓ ഞാൻ വിചാരിച്ച അതിൻ്റെ ഒപ്പം പോയെന്നൊക്കെ. കുറച്ച് കഴിയുമ്പോൾ അവന് ഇറങ്ങും അതിൻ്റെ അകത്ത്. അതന്നെ വല കണ്ടപ്പോൾ നമുക്കൊരു മോഹം വല വാങ്ങി പിടിക്കാനെന്നൊക്കെ സീനെന്നൊക്കെ. പക്ഷേ വല നോക്കുക എത്ര രൂപ കിട്ടും. ചെറിയ വല നോക്കുക കേട്ടോ. ലോ ക്വാളിറ്റി വല. എടാ ഒരു ടൈപ്പ് ഉണ്ടോ വലക്ക്. പിള്ളേര് വന്ന് കളിയാക്കും. എൻ്റെ അച്ഛൻ ഇതിനും കൂടെ പഠിക്കുന്നത്. ചേട്ടാ വല്ലതും കിട്ടിയോ എന്നൊക്കെ. നോക്കുമ്പോ വല എടുക്കുമ്പോ ചുറ്റും കൂടി പോകും പിള്ളേരൊക്കെ. 272 മതി. 272 രൂപയുള്ള
ഓരോ മീനും ഓരോ സൈസ് വെച്ചിട്ടുള്ള വിലയാണ്. ഒരു മണിക്കൂർക്ക് കുറയ്ക്കും. 2 മണിക്കൂർ കളിക്കുന്ന 1 മണിക്കൂർ ഫോൾ സൈസ് 50 അടിയില്ല മതി. ജിത്തു ചേട്ടൻ ചോദിക്കും മോനെ ഒരെണ്ണം വേണോന്നൊക്കെ. ഇന്നത്തേക്ക് അറിയാമല്ലോ പിള്ളേര് കളിയാക്കി നോക്ക്. ചേട്ടാ വല്ലതും കിട്ടിയാന്നൊക്കെ ഇപ്പൊ കിട്ടും നോക്കിയിരുന്നോന്നൊക്കെ. ഫിഷിംഗ് റോഡെന്ന് പറഞ്ഞാൽ മറ്റേ സാധനല്ലേ ചൂണ്ടല്ലേ, അത് വെച്ചിട്ട് 500 രൂപ കുറേ നമുക്ക് ഇതിനെക്കാട്ടും നല്ല പറഞ്ഞത്. ഇതൊക്കെ നോക്ക്, ഇത് വടി. ഒരു മീനെങ്കിലും കിട്ടിയത് സന്തോഷമായിരുന്നു എന്നൊക്കെ. ജിത്തിരിക്കണൊക്കെ പിള്ളേരുടെ ഊക്കം വാങ്ങിയോടെ ഇരിക്കാന്നൊക്കെ. വൈകുന്നേരം വന്നെടുക്കല്ലേ. അത് മറ്റേ സാധനം മീനിന്റെ നമുക്ക് ചൂണ്ട ഇതിന്റെ എറിയിടേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷെ എന്തെല്ലാം ടെക്നോളജി. വല മേടിക്കാം ഇല്ല, അത് കട്ടികളെ പിന്നെ എന്തെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. വല വാങ്ങണ കാര്യം പറയാം. 100 പ്രാവശ്യം കൂടി വരാം ഗൈസ്, അന്നായിരിക്കും മെയിൻ ബ്ലോഗ്. അത് തന്നെ അത് തന്നെ. ഇതെന്തെന്ന് ഓമക്കയുടെ മറ്റേ സാധനവും ഒരു ടങ്കീസ് കുറച്ച് ചിക്കനും വേണ്ട. നമുക്ക് വറക്കാനുള്ള ചിക്കൻ ഉണ്ട്. ഇതെന്താണ് പേപ്പർ അതിൻ്റെ അകത്ത് പൈസ ചിക്കൻ പേസ്റ്റ്. ഒരു മീനെങ്കിലും കൊത്തിയിരുന്നെങ്കിൽ ഒരു വ്ളോഗിലുള്ളതായിരുന്നു. പക്ഷെ ഇത് വ്ളോഗ് ഇടാൻ പറ്റുമോ? ഇടണോ? മിക്സ് ചെയ്തിട്ടാലോ? ഷോർട്സ് ഇടാം. ഷോർട്സ് ഇടണമെങ്കിൽ 1.5 മിനിറ്റ് ഒന്നും പറ്റില്ലേ? 1 മിനിറ്റ് ആണല്ലേ. എൻ്റെ യൂട്യൂബ് പ്രീമിയം തീർന്നു. ആടൊക്കെ വരാൻ തുടങ്ങി. കുഴപ്പമില്ല കേട്ടോ, ഒരുപാട് ആരും വാങ്ങാൻ തുടങ്ങിയിട്ടില്ല. ഫോണിലല്ലേ കാണണം. മുള്ളി എന്നിട്ട് പ്രസന്റേഷൻ സമയത്ത് അവിടെ മാസ് കാണിക്കാൻ പോകുന്നത് പിള്ളേരുടെ നോക്കുമ്പോ വാങ്ങിയിട്ട് അവിടെ പോയി ഇരിക്കണ വല്ല കാര്യമുണ്ടോ? പുള്ളിക്കാരൻ ഇനി വല വന്നെടുക്കുമ്പോ അവനും കൂടി പോകും. ഏത് വല വലിക്കാൻ ഹിന്ദി നമുക്കൊരെണ്ണം വാങ്ങടാ. 100 പ്രാവശ്യം വരാം. നമുക്ക് പുള്ളിനെ വെട്ടിക്കാൻ. ഇന്ന് നമ്മൾ ചെറിയ ചൂണ്ടായിട്ട് വന്നു. നാളെ ഒരു വലിയൊരു വലയായിട്ട് വരുമെന്നേക്ക്. അടുത്ത് വരുമ്പോ മീനെ പിടിച്ചിട്ടേ പോകും. അത് തന്നെ, മീനെ പിടിച്ച് കറി വെച്ചിട്ടേ പോകുള്ളൂ. അത് തന്നെ. ചൂണ്ടാട്ടാൻ ട്യൂട്ടോറിയൽ വരെ പഠിച്ച്. നീ കുടിച്ചാ? ഞാൻ ചായ വരെ കുടിച്ചിട്ടില്ല. ബ്രഞ്ചാക്കാം. ചായ കുടിക്കാന്ന് അല്ല, അവനെ ചായ കുടിക്കാൻ പോയാൽ കടിയൊക്കെ വാങ്ങിട്ട് സീന. അവൻ ബ്രഞ്ചെന്ന് പറഞ്ഞ് ബ്രഞ്ചാക്കാന്ന്. എന്താ പറയണ? അല്ല പറ, എന്താ ആവണമെന്ന് പറ. ടെക്നിക്ക് അറിയില്ല പുള്ളി. ഒരഞ്ചാറെണ്ണൊക്കെയാണ് പുള്ളിക്ക് ഇടുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എവിടുന്ന പല വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു പുള്ളി നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന 5000 രൂപ 500 ഞാൻ വിളിച്ചത്. 1000 എന്ന് പറഞ്ഞാൽ 1000 ഉള്ളൂ. 500 പക്ഷെ അതിന്റെ അറ്റത്തൊക്കെ ഇതാണ് അരിസ്കായ മൂലിക്കായ. ഡയറക്റ്റ് മേടിച്ചല്ലോ എന്തായാലും ഓൺലൈൻ മേടിച്ചു കഴിഞ്ഞാൽ പൊട്ടാൻ വലയൊക്കെ അറിയോ? എടുത്തറിയോ? കുമ്പളിങ്ങി നൈറ്റിലെ ബോബിനെ അറിയിച്ചാൽ അതല്ലേ. മറ്റേ പെണ്ണും വേണോന്നൊക്കെ പിരിഞ്ഞു വരണതൊക്കെ. സോളാറിന്റെ കറങ്ങണത് വെയിൽ വെച്ചിട്ടാണോ കാറിൻ്റെ ഉള്ളിലെ സെൻട്രലിലേക്ക് അങ്ങനെ നമ്മൾ എവിടെ കടമ്പറയറെത്തി. രാജഗിരിയിൽ നിന്ന് ചൂണ്ട മതിയാക്കി ഇപ്പോൾ കടമ്പറയർ വന്നിട്ടൊരു പരീക്ഷണം നോക്കാമെന്ന് വെച്ചിരിക്കും. അതേപോലെ രണ്ടാമന്മാരവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ രണ്ടും കൂടി വെള്ളവും വാങ്ങി എന്താ അതിന് അടുത്ത പ്രാവശ്യത്തെ വ്ളോഗിൽ നമുക്ക് എന്ത് സാധനമാടാ വല എറിയും നമ്മൾ വല. ഇതിപ്പോൾ കടമ്പറയർ ഗൈസ്. ഇനി ചൂണ്ട
വൈടാ മീനടിച്ചറിയോ? ചിക്കൻ പീസൊക്കെ ഇട്ടിട്ട് അടിക്കണം. അത് ഇവിടെ വന്ന നടക്കണ അത് ഒഴിക്കുമല്ല. ഇതെല്ലാം ലോങ്ങിന് അങ്ങ് പോയില്ല. പോയാ നിന്നെ കണ്ട് അല്ലെ പിന്നെ അമ്മമാര് ഷൂട്ട് ചെയ്യണ ടൈപ്പ് എവിടെ നോക്കണ പോലും ഇല്ല. അമ്മമാര് പോയി ലോജിക്കലാ പറയണ. ചരട്ടാണ് ഇത്. കുഴപ്പമില്ലടാ. ഇത് കണ്ട ആക്ഷൻ ക്യാമറ കണ്ട പിന്നെ എടുക്കാം തൽക്കാലം. എടാ മണ്ണിലുള്ള സ്ഥലത്ത് മറ്റേ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിക്കുക. കൈയെടുക്കാൻ പോലും അതൊക്കെ നോക്കി വേണം ചെയ്യാൻ. നീ വെള്ളോ കണ്ട് കാണിക്കണം. കണ്ട് പാമ്പ് വല്ല ഉണ്ടോ ഗൈസ് നമ്മൾ വേരേനെ കുഴിച്ച് അമ്മിന്റെ കുഴി എത്തി നിൽക്കാറുണ്ടാണ്. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ആലോചിക്കണം. നമ്മൾ കുഴിക്കണോണ്ട് ഓരോ പ്ലാസ്റ്റിക് വരുന്നത്. പണ്ടൊക്കെ നമ്മൾ കുഴിക്കാൻ മണ്ണായിരുന്നു. നമ്മളെ കൂടെ ഒരു ഗർത്തം ഇതെന്താണ് കണ്ടോ ഗൈസ്? ഫുൾ സ്ഥിതി മലിനീകരണം. ഇനി വരും ഇവിടെ വാസം സാധ്യമോ? ഇത് നെല്ലാണ്. എന്താ പറയാൻ പറഞ്ഞാ എന്താ ഐസ്ക്രീം ബോൾ അതിന്റെ അകത്ത്. അടിപൊളി ഐസ്ക്രീം ഐസ്ക്രീം ബോൾ അത് പോയാ എത്തുണ്ടായിരുന്നു പോയാ വാട്ട് ലൈഫ്. ഇതെന്താ കുഴിച്ച് പുല്ലില്ല എന്റെ നിന്റെ ഇല്ല. ഭയങ്കര സീനാണ്. മീൻപിടുത്തം വേരേനെ കിട്ടിയില്ല. നല്ല ലൈറ്റർന്ന് ഇപ്പുറ സൈഡിലേക്ക് വലിയടാ ഒരു മീനെ കിട്ടോ? കിട്ടിയില്ല ഗൈസ്. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതേ സ്പോട്ടിൽ പിന്നെ വന്നുണ്ട്. അവിടെ നമ്മ വലയിട്ടാ വന്നെ ഗൈസ്. ഇപ്പൊ നമ്മ ചൂണ്ടിട്ടിട്ടൊന്നും കിട്ടണില്ല. ചിക്കൻ പീസുമാണ്. വേരയാണോ വരുന്നത്? ആ ചേട്ടൻ പറഞ്ഞ് വേര ഉണ്ടെങ്കിൽ ആ ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു വേര ഉണ്ടായിരുന്നെങ്കിൽ ഇടില്ലായിരുന്നു. ചീഞ്ഞ ചെമ്മീനായാലും സെറ്റ്. ഇതിപ്പോ നമ്മുടെ ചിക്കൻ പീസ് പ്രോട്ടീൻ ഇട്ട് കൊടുത്തിട്ട് അടിക്കുന്നില്ല ഗൈസ്. നമ്മ കുത്തി നോക്കിയായിരുന്നു. ഇനി നമുക്ക് നോക്കാം. മീനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ എടുക്കാം. ഇവിടെ വെച്ചിട്ട് വൈദ്യപ്പല്ല പോകുമ്പോ കാണിക്കാം. ഇവിടെ ഭയങ്കര വ്യൂ ആ ഗൈസ്. ഉണ്ടാ നിന്റെ പടി എന്ത് ഇവിടെ വെച്ചാ ഗൈസ് മീൻ അടിക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മീൻ എന്തോ വേണ്ട ഗൈസ്. എടാ അവിടെ ചേട്ടന അനങ്ങിയായിരുന്നല്ല. അവിടെ അനങ്ങണ്ടായിരുന്നു. എന്തൊക്കെയാ നോക്ക്. നട്ട് ബോൾട്ട് കുപ്പി. നമ്മൾ ഇന്നൊരു മീനെ പിടിച്ചിട്ടേ പോകുള്ളൂ അല്ലേ? ഇത് പോയി വല ഉണ്ടെങ്കിൽ സെറ്റ്. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവിടെ ഇതേ സ്ഥലത്ത് നമ്മൾ ഇതിന്റെ പേസ്റ്റ് കൊടുക്കും. അത് വല വെച്ച് നമ്മൾ മിനിമം ഒരു 10 മീനെങ്കിലും പിടിച്ചിട്ട് കറി വെച്ചിട്ടേ പോകുള്ളൂ. അത് തന്നെ ആശനെ കൊണ്ട് ഇവിടെ തന്നെ ഇട്ട് കുക്കി. ഇത് ഞങ്ങളുടെ വാശിയാണ്. അത് തന്നെ ഇവിടത്തെ കുഴിയുണ്ടോ? ഇവിടെ ഞങ്ങൾ തീയിടും. കണ്ടോ ഇവിടെ ഞങ്ങൾ കുഴിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ തീയിടും. നമ്മുടെ അടുപ്പാണ് അടുപ്പ്. അത് തന്നെ നമ്മൾ ഫണ്ടിന് വേണ്ടി പോണാണ്. ഫണ്ടല്ല പിള്ളേര് വരെ നോക്കി. പിള്ളേര് വരെ ഒന്ന് നോക്കി. ആ 2 പിള്ളേരോടെ ഒന്നും നോക്കണ്ടായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ നിന്റെ തൊട്ടടുത്തൊന്നും നോക്കണ്ടായിരുന്നു. മിഷൻ ഇമ്പോസിബിൾ എന്നൊക്കെ. നമ്മ അടുത്ത പ്രാവശ്യം കിടിലിനെ വെക്കും. ഇതല്ല ഇതിപ്പോ 4 പേരേ ഉള്ളു ഗൈസ്. ഇതിപ്പോ 4 പേരേ ഉള്ളു. ഇന്ന് അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മ കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ കുക്ക് ചെയ്തിട്ട് വൈബാക്കിയിട്ടേ പോകുള്ളൂ. അടുത്ത വ്ളോഗ് വേറെ കിടിലിനായിരിക്കും. ഈ വ്ളോഗ് വെറുതെ ഊമ്പിപ്പോയി ഗൈസ്. ഫസ്റ്റ് ടൈം അല്ലേ? അതുകൊണ്ട സിറ്റി അല്ല അക്കോടാ അത്. ആ അടിപൊളിയാണത്. 7 ഉള്ളു. പിന്നെ അടി ഇടിക്കും. അപ്പൊ അടുത്തിട്ടില്ല. ബ്ലാക്ക് ബേർഡ് എന്ന് പറഞ്ഞ സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം പ്രൊമോഷനൊക്കെ അത് വേറെ. ഇതെല്ലാം കിട്ടുവാ. ഇത് കഠിന പ്രയത്നത്തിനാണ് ഗൈസ്. അടുപ്പിച്ചിട്ടേ പോകും. നമുക്ക് ഇനിയും ടൈം ഉണ്ടെന്നൊക്കെ. ഇവിടെ അവിടെയൊക്കെ ചാടണ മീൻ. അവിടെ നാറ്റത്ത് ചാടി കളിക്കും മീനൊക്കെ. ആണല്ലേ? അടുത്ത ദീപാവലി കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഒരു വ്ളോഗ് ഉണ്ട്. അല്ലെ ഈ വ്ളോഗ് ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. ഇതിന് വരെ മറ്റേ വേണമെങ്കിൽ ഇറക്കിയടാ. അല്ലെങ്കിൽ ഇത് അതന്നെ ആ വ്ളോഗ് എടുത്തിട്ട് ഇതിന്റെ ഫ്ലാഷ് ബാക്ക് എടുത്തിട്ടാ. അത് കിട്ടിയില്ലെങ്കിൽ മൈസട്ടി ഡയലോഗ് ഞാൻ എന്റെ അകത്ത് കുത്തിക്കയറ്റൊക്കെ. ഞാൻ ഉദ്ദേശിച്ച മറ്റേതായിരുന്നു. ഇല്ലില്ല വിരവിനെ പോലും കണ്ടി വന്നിരിക്കുന്നു. ഫുൾ പ്ലസ് കടമ്പറയായിരുന്നു. മണ്ണിന്റെ ഒരു അംശം പോലും അത് തന്നെ. മണ്ണിന്റെ ഒരു വിരവിനെ പോലും കിട്ടണില്ല. ഫുൾ പിള്ളറത്തിന്റെ ചൂണ്ടയിരിക്കണതൊക്കെ മാസം കാണിക്കണ. ഇപ്പൊ കിട്ടുള്ളൂ നിനക്ക്. ഇപ്പൊ കിട്ടും. ഒന്നും കിട്ടണില്ല കേസ്.
ഫുൾ എറർ. മീൻ പിടിക്കണമെന്ന് വെച്ചാൽ മറ്റേ ക്ഷമയൊക്കെ വേണ്ട. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൊരു മൂട്. നല്ല ചൂണ്ടില്ല. എടാ പക്ഷേ ജയത്തെ അന്ന് നമ്മൾ ഇവിടെ പോയില്ലേ, ആ എവിടെയായിരുന്നു, കോട്ടയത്ത് ഔട്ടിങ്ങിന് പോയില്ലേ, അഖിലിന് കിട്ടി. അഖിലും അൻവർ സാറും കൂടി മനസ്സിൽ ആ ഒരു ഔട്ടിങ് ഉണ്ടായിരുന്നു ARVR ആയിട്ട് പണ്ട്. അൻവർ മീൻ പിടിച്ചിട്ടേ പോകണം. കിട്ടി, മീൻ കിട്ടി. രണ്ടുപേരും കൂടി അങ്ങോട്ട് എന്തിയാ അവനെന്തിയാ എടാ ഇന്റർസെപ്റ്റർ ഉണ്ടല്ലോ. വല എറിയുമ്പോഴാണ് എടുക്കേണ്ടത്. വല എറിയുമ്പോഴാണ് എടുക്കേണ്ടത്. പയ്യെ എടുക്കണ്ട. അടിക്കണത് ഇവിടെ എന്താണ് കിട്ടണത്. രാവിലെ തന്നെ ഹിന്ദിയൊക്കെ പഠിച്ചിട്ട് പോയത്. പുള്ളിയുടെ അടുത്ത് ഹിന്ദി സംസാരിക്കുക. കഹാംസെ ഖരീദിനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെറ്റിലടിച്ച് നോക്കിയിട്ടാണ് പുള്ളിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നത്. ജിത്തുനെ കണ്ടില്ലേ, എവിടെ പൂനെയിൽ പോയി പഠിച്ചെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, ഹിന്ദി അറിയില്ല അവന് ഗൈസ്. പുള്ളി എന്തൊക്കെ പറഞ്ഞു ഓടാൻ നോക്കി. പുള്ളി സീനാട്ടോ. മറ്റേ വലയൊക്കെ എറിഞ്ഞ് ഒരു കൊട്ട മീനൊക്കെ